തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഏകദേശം പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA സീറ്റ് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. കാവി തരംഗമാണ്. പക്ഷേ എന്നിരുന്നാലും BJP പറഞ്ഞിരുന്ന ഒരു കേവല ഭൂരിപക്ഷം മറികടക്കുമെന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. പക്ഷെ 50 സീറ്റിൽ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കുതിപ്പ് നടത്തിയിട്ടും കേവല ഭൂരിപക്ഷം മറികടക്കാൻ സാധിക്കാതെ പോയത്? അത് നിരവധി കാരണങ്ങളുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് തൃക്കണ്ണാപുരം സീറ്റ് BJP ജയിക്കേണ്ടതായിരുന്നു. അവിടെ ശ്രീ യശശരീരനായ തിരുമല അനിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം വിടവാങ്ങിയപ്പോൾ ആ സ്ഥാനത്ത് മറ്റൊരാൾ വരാൻ താല്പര്യപ്പെട്ടു. ആ ആളിന് ആ സീറ്റ് കിട്ടിയില്ല. തുടർന്ന് ആ ആളും സ്വയം ജീവൻ ഒടുക്കുകയായിരുന്നു. ഇത് തൃക്കണ്ണാപുരം സീറ്റ് നഷ്ടപ്പെടാൻ ഇടയാക്കി BJPയെ സംബന്ധിച്ചിട്ട്. പിന്നെ BJP പ്രതീക്ഷിച്ചിരുന്ന മറ്റു ചില സീറ്റുകളുണ്ട്. ഇത് ഞാൻ പറയുന്നത് പാർട്ടി എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടല്ലെങ്കിൽ നേതാക്കളുടെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതല്ല, അതങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. തിരുമല അനിൽ നിലവിൽ കൗൺസിലറായിരുന്നു. അത് തിരുമല വാർഡ് വനിതാ വാർഡായപ്പോൾ അദ്ദേഹം തൃക്കണ്ണാപുരത്ത്, നേരത്തെ അദ്ദേഹം 2015 തൃക്കണ്ണാപുരത്ത് നിന്ന് ജയിച്ചയാളാണ്. അപ്പോൾ വീണ്ടും തൃക്കണ്ണാപുരത്തേക്ക് അദ്ദേഹം മാറാൻ സാധ്യതയുണ്ടായിരുന്നു. മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, മത്സരിക്കാൻ താല്പര്യം പ്രകടിച്ചിരുന്നു. അപ്പോഴാണ് ഈ സഹകരണ രംഗത്തെ പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയും സംഭവിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഒഴിവായപ്പോൾ ആ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായിട്ട് വന്നയാൾ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു, സീറ്റ് കിട്ടിയില്ല. തുടർന്ന് ആ ആളും ആത്മഹത്യ ചെയ്തു. ഇത് തൃക്കണ്ണാപുരം വാർഡ് BJPയുടെ ഒരു ഉറച്ച കോട്ടയായിരുന്നു. അത് നഷ്ടപ്പെട്ടു. അപ്പോൾ അതൊരു വാർഡ് പോയി. അതുപോലെ വഞ്ചിയൂര്, പേട്ട തുടങ്ങിയ വാർഡുകൾ BJP വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അവിടെയും ഈ പറഞ്ഞതുപോലെ BJPക്ക് വിജയം എത്തിപ്പിടിക്കാനായില്ല. നേമം മണ്ഡലത്തിൽ തന്നെ, നേമം നിയോജക മണ്ഡലത്തിൽ വരുന്ന ചില സീറ്റുകൾ BJP നേടി. ഞാൻ അതിൻ്റെ എല്ലാറ്റിൻ്റെയും കണക്ക് പറയുന്നില്ല. ഒരു ഉപരിപ്ലവമായ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വരും മണിക്കൂറുകളിൽ അതിനെക്കുറിച്ച് ആഴത്തിൽ, കാരണം കൂടുതൽ കണക്കുകൾ ലഭ്യമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഓരോ വാർഡിലും BJPക്ക് കിട്ടിയ വോട്ടുകൾ, LDFന് കിട്ടിയ വോട്ടുകൾ, UDFന് കിട്ടിയ വോട്ടുകൾ, ഇതെല്ലാം വെച്ച് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായ പരാജയ കാരണം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. ഇതൊരു പ്രഥമ ദൃഷ്ടിയാൽ പ്രാഥമിക കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. ഇവിടെ ഈ നേമം മണ്ഡലത്തിലെ ചില വാർഡുകൾ BJPക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് ലഭിച്ചിട്ടില്ല. അവിടെയൊക്കെ BJP പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് തുടങ്ങിയ വാർഡുകളിലും തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലും. തിരുവനന്തപുരം മണ്ഡലത്തിലെ കാര്യം ഞാൻ പറഞ്ഞു. അവിടെ പേട്ട വാർഡ് നഷ്ടപ്പെട്ടത് പറഞ്ഞു. ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ ഞെരുങ്ങി CPMൻ്റെ ദീപക് ബാബു, മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കപ്പെട്ടിരുന്ന ദീപക് ബാബു അവിടെ ജയിച്ചു കയറി. അതിന് പല കാരണങ്ങളുണ്ട്. പിന്നെ BJPയുടെ കുതിപ്പിന് തടയിടാൻ ഒരു പരിധി വരെ ഈ ഡീലിമിറ്റേഷന് കഴിഞ്ഞു. ഡീലിമിറ്റേഷനിലൂടെ CPM ചെയ്തത് സർക്കാരിനെ കൊണ്ട് വാർഡുകളുടെ അറ്റവും മൂലയുമൊക്കെ ചെത്തി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി തങ്ങൾക്ക് അനുകൂലമായ വിധത്തിലേക്ക് അത് മാറ്റിയെടുത്തു. ഇല്ലെങ്കിൽ BJPയുടെ ഈ വിജയം 50 എന്നുള്ളത് ഒരു 70 വാർഡുകൾ വരെ BJP നേടുന്ന തരത്തിലേക്ക് ഇത് പോയേനെ. അത് തടയാൻ CPMന് സാധിച്ചു. സർക്കാരിനെ സമർത്ഥമായി അവർ അതിന് ഉപയോഗിച്ചു. അത് സർക്കാരിൻ്റെ പോളിസിയാണ്. കോടതിയിൽ പോയാൽ പോലും അത് നിലനിൽക്കില്ല. ഉദാഹരണത്തിന് പാൽക്കുളങ്ങര വാർഡ് മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴാ വാർഡില്ല. നേരത്തെ ഉണ്ടായിരുന്ന പെരുന്താനിയിലേക്ക് അതിൻ്റെ ഭൂരിഭാഗവും അടർത്തി മാറ്റി പെരുന്താനിയിൽ ലയിപ്പിച്ചു. കുറേ ഭാഗം പേട്ടയ്ക്ക് കൊടുത്തു, കുറച്ച് ഭാഗം ശ്രീകണ്ഠേശ്വരത്തിന് കൊടുത്തു. അതുപോലെ കുരിയാത്തി വാർഡ് വെട്ടിമുറിച്ച് മണക്കാടും ആറ്റുകാലും ഒക്കെ ആയിട്ട് കലർത്തി. ഇങ്ങനെ CPM തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഒരു വിധി ഉണ്ടാകണം. ഇനി ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും ഒരു മിനിമം, അതായത് കേവല ഭൂരിപക്ഷം നേടുന്ന വിധത്തിലേക്ക് CPMന് ജയിച്ചു വരണം എന്ന് താല്പര്യപ്പെട്ട് അവർ
വാർഡുകൾ വെട്ടിമുറിച്ച് അലങ്കോലമാക്കി. ഇതും BJPയുടെ കുതിപ്പിന് തടയിട്ടു. മറ്റൊരു പ്രധാന കാരണം UDF ഇക്കുറി വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് മത്സരത്തിന് ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും സ്ഥിതി മെച്ചപ്പെടുത്തി. അങ്ങനെ മെച്ചപ്പെടുത്തിയപ്പോൾ LDFന് കിട്ടേണ്ടിയിരുന്ന ചില സീറ്റുകളാണ് UDF പിടിച്ചെടുത്തതെങ്കിലും UDFൻ്റെ ഈ കടന്നു വരവ്, തുടക്കത്തിലുള്ള വരവ് വോട്ടർമാരിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അവർ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് BJPക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിനെ UDF ഈ ഒരു പ്രക്രിയയിലൂടെ തടയുകയായിരുന്നു. അതും BJPക്ക് ഒരർത്ഥത്തിൽ വെല്ലുവിളിയായി മാറി. ഇതൊക്കെയാണ് സത്യത്തിൽ BJPയുടെ കുതിപ്പിന് തടയിട്ടത്. ഇല്ലെങ്കിൽ BJP ഒരു 60 സീറ്റിന് മുകളിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ CPMന്റെ കോട്ടയായിരുന്നു. ഒരു 4 പതിറ്റാണ്ടോളം അവരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പോഴും ഇങ്ങനെ ഒരു വിജയം, BJPയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയം, അത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഈ CPMന്റെ പരാജയത്തിനുള്ള കാരണം എന്തായിരിക്കും? അവർ പാർട്ടിക്ക് ഇടയിൽ തന്നെ തമ്മിലടിയൊക്കെ ഉണ്ടായി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയേക്കാൾ കൂടുതൽ ജനം അവരെ വെറുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് മേൽക്കൈ നേടാൻ സാധിച്ചെങ്കിലും നോക്കൂ, മറ്റ് കോർപ്പറേഷനുകൾ, ഇപ്പോൾ കൊല്ലം രൂപീകരിച്ച കാലം തൊട്ട് അവിടെ LDF ആണ് ജയിക്കുന്നത്. എറണാകുളം, അതുപോലെ കോഴിക്കോട്, തൃശ്ശൂർ, പിന്നെ കണ്ണൂരിൽ UDF ആണ് ഭരിച്ചിരുന്നത്. അവർ ഭരണം നിലനിർത്തി. കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി ചെറിയൊരു മേൽക്കൈ, മുൻതൂക്കം LDF നേടിയിട്ടുണ്ട്. തൃശ്ശൂരും കൊച്ചിയും കൊല്ലമാണ് ഏറ്റവും വലിയ അട്ടിമറി നടന്നത്. CPMന്റെ, സത്യത്തിൽ LDFൻ്റെ അല്ല, CPMന് മുഖമടച്ച് കിട്ടിയ ഒരു പ്രഹരമാണ് കൊല്ലത്തെ പരാജയം. കൊല്ലത്തെ നമുക്കറിയാം, CPIക്ക് ഇത്തിരി സ്വാധീനമുള്ള 2 ജില്ലകളാണ് കൊല്ലവും തൃശ്ശൂരും. ഈ കൊല്ലത്തും തൃശ്ശൂരും CPI പാലം വലിച്ചിട്ടുണ്ടോ, CPM CPIയുടെ പാലം വലിച്ചോ എന്നൊക്കെയുള്ളതിന് കണക്കുകൾ പുറത്തു വന്നാൽ മാത്രമേ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ 2 സ്ഥലത്തും മാരകമായ പ്രഹരം CPMന് കിട്ടി. തിരുവനന്തപുരത്ത് സംഭവിച്ചത് അത് സൂചിപ്പിക്കുന്നത്, അതായത് ഈ മുഴുവൻ കോർപ്പറേഷനുകളിലും കോഴിക്കോട് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും കൃത്യമായ പരാജയം CPM ഏറ്റുവാങ്ങി. കോഴിക്കോട് മാത്രം ചെറിയൊരു മുൻതൂക്കം CPMന് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ LDFന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 500 പഞ്ചായത്തുകളുടെ ഭരണം UDFന് കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 15 പഞ്ചായത്തുകൾ ഉണ്ടായിരുന്ന BJP ഇക്കുറി 25-ന് മുകളിലേക്ക് പോയി. ഇനി ഒറ്റയ്ക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുന്ന പഞ്ചായത്തുകൾ വേറെയുണ്ട്. അതിൻ്റെ കണക്കൊക്കെ വരാനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു LDF വിരുദ്ധ തരംഗം, ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. ഈ സർക്കാരിനെ ജനം വെറുത്തു, അതാണ് സത്യം. ഭരിക്കുന്ന സർക്കാരിനോട് എതിർപ്പുണ്ടാവുക സ്വാഭാവികമാണ്, ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ കണ്ടു, തുടർച്ചയായിട്ട് 10 വർഷം ഭരിച്ച നരേന്ദ്രമോദിക്ക് 3ാമത്തെ ടേമിൽ ജനങ്ങൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുത്തില്ല. അദ്ദേഹം ഘടകകക്ഷികളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ കേന്ദ്രഭരണം നിർവഹിക്കുന്നത്. പക്ഷെ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രൂപീകരിക്കപ്പെട്ട സഖ്യമായതുകൊണ്ട് അതങ്ങനെ പോകുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ടാകും, പക്ഷേ ഭരണത്തെ വെറുക്കുന്ന ഒരു വികാരം ജനങ്ങളിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അത്രത്തോളം അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോയാൽ വളരെ വളരെ ദയനീയമാണ്. ഇപ്പോൾ നമ്മൾ വീട് വെക്കാൻ പെർമിറ്റിന് നഗരപരിധിയിലെ കാര്യം, തിരുവനന്തപുരം നഗരത്തിലെ, കൊച്ചി നഗരത്തിലെ, കൊല്ലം നഗരത്തിലെ, തൃശ്ശൂർ നഗരത്തിലെ ഒക്കെ കാര്യമെടുക്കാം. ഈ നഗരങ്ങളിൽ ഫീസ് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ 3-4 മടങ്ങാണ്. അതായത് ഒരു 2000-3000 രൂപ കൊടുത്ത് ഒരു പെർമിറ്റ് വാങ്ങാൻ, ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് 15,000-20,000 രൂപ കൊടുക്കേണ്ട സ്ഥിതിയാണ്. ഇതെങ്ങനെ ഒരു സാധാരണക്കാരൻ സഹിക്കും? അയാളുടെ ജീവിതത്തിൽ വളരെ പ്രയാസപ്പെട്ട് കടം വാങ്ങിയും ഉള്ളതൊക്കെ വിറ്റുപിറക്കിയാണ് ഒരു വീട് വെക്കുന്നത്. ആ വീട് വെക്കാനുള്ള അനുമതി പത്രം വാങ്ങാൻ ചെല്ലുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. വീടിൻ്റെ നമ്പർ വാങ്ങാൻ ചെല്ലുമ്പം അടുത്തത് വേറെ.
അപ്പോൾ ഈ ഒരു സാഹചര്യം ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞു, ഇതുപോലെ അനേകം വിഷയങ്ങളുണ്ട്. ഇതെല്ലാം സർക്കാരിന് തിരിച്ചടിയായി. ഇനി ഇതിനെല്ലാം ഉപരി തിരുവനന്തപുരം നഗരത്തിൽ മുമ്പ് ഒരു മേയറും ഉണ്ടാക്കാത്ത പുകിലുകളാണ് ഈ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ, വനിതാ മേയർ എന്ന പേര് നേടിയ ആര്യ രാജേന്ദ്രൻ സൃഷ്ടിച്ചത്. CPM തന്നെ തീരാ തലവേദനയായി. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ അവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ പര്യടന പ്രവർത്തനങ്ങളിലെങ്ങും ആര്യ രാജേന്ദ്രനെ അവർ എഴുന്നള്ളിക്കാത്തത്? എന്തിന് ആര്യ രാജേന്ദ്രന്റെ മുഖമുള്ള ചിത്രമുള്ള ഒരു പോസ്റ്റർ തിരുവനന്തപുരം നഗരത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? ഒരു പോസ്റ്റർ. സഖാവ് പിണറായി വിജയൻ, MV ഗോവിന്ദൻ തുടങ്ങി സകലമാന നേതാക്കളുടെയും ചിത്രങ്ങൾ വെച്ച പോസ്റ്ററുകളുണ്ട്. പക്ഷേ ആര്യ രാജേന്ദ്രന്റെ ചിത്രമുള്ള ഒരു പോസ്റ്റർ പോലും തിരുവനന്തപുരം നഗരത്തിലില്ല. ഇതിൽ കൂടുതൽ വേണോ ഇത്രയും വെറുക്കപ്പെട്ട ഒരു മേയർ വേറെ ഇല്ല എന്ന് തെളിയിക്കാൻ? അപ്പോൾ ഇതെല്ലാം CPM സംബന്ധിച്ചിടത്തോളം പരാജയം ചോദിച്ചു വാങ്ങുന്നതാണ്, ഇരന്ന് വാങ്ങിയ പരാജയമാണ്. നമ്മൾ പറയാറുണ്ട് അടി ഇരന്ന് വാങ്ങി എന്നൊക്കെ. ശരിക്കും ഇവിടെ പരാജയം തിരുവനന്തപുരത്തെ ജനങ്ങളോട്, നഗരവാസികളിൽ നിന്ന് CPM ഇരന്ന് വാങ്ങുകയായിരുന്നു. ഇപ്പം കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പം UDF-നാണ് മേൽക്കൈ ഉള്ളത് വിജയം നോക്കുമ്പോൾ. അപ്പം ഈ CPM അല്ലെങ്കിൽ LDF ഭരണ പരാജയമാണോ ഇവരുടെ ഒരു വിജയത്തിന്റെ കാരണം? തീർച്ചയായിട്ടും അത് തിരുവനന്തപുരത്താണ് അത് ഒട്ടും പ്രതിഫലിക്കാതെ പോയത്. കാരണം തിരുവനന്തപുരത്ത് കൃത്യമായും ഒരു ബദൽ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് BJP ഒരു ശക്തമായ ബദൽ ആയിരുന്നു. CPM സംബന്ധിച്ചിടത്തോളം CPM എതിർക്കുന്ന കോൺഗ്രസിനും ഒരു ബദലായിരുന്നു BJP. അത് ജനം വളരെ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ഈ BJPക്ക് വോട്ട് ചെയ്യുകയും ചെയ്തു. അതാണ് തിരുവനന്തപുരത്ത് UDF പിന്നാക്കം പോവുകയും എന്നിട്ടും അവർ 10 സീറ്റ് ഉണ്ടായിരുന്നത് ഏതാണ്ട് 19-20 സീറ്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവസാന കണക്ക് വരുമ്പോൾ ചിലപ്പോൾ 1-2 സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറയാനും കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ ഉയർത്തിയിട്ട് പോലും അവർ വലിയ സന്നാഹങ്ങളോടെയാണ് മത്സരിക്കാൻ എത്തിയത്. പക്ഷേ മത്സരം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ അവതാളത്തിലാകുന്ന കാഴ്ച കണ്ടു. ബൂത്ത് ലെവലിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രവർത്തകരില്ലായിരുന്നു, കാര്യകർത്താക്കളില്ലായിരുന്നു, ബൂത്ത് ലെവൽ ജോലികൾ നിർവഹിക്കാൻ ആളില്ലായിരുന്നു, സ്ലിപ്പ് കൊടുക്കാൻ ആളില്ലായിരുന്നു. എന്തിന് പല ബൂത്തുകളിലും ഏജന്റുമാരും ഔട്ട് ഏജന്റുമാരും ഇല്ലായിരുന്നു വോട്ടെടുപ്പ് ദിവസം പോലും. അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ സത്യത്തിൽ തിരുവനന്തപുരത്തെ പരാജയത്തിന് പ്രധാന കാരണം. കോൺഗ്രസ് ഒരു ശക്തിയെയല്ല, ഞങ്ങൾക്ക് CPM ഏറ്റുമുട്ടി ജയിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ തിരുവനന്തപുരം നഗര നിവാസികളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ ഇതൊക്കെ സഹായിച്ചു. അവിടെ BJP കൃത്യമായിട്ട് കടന്നു കയറുകയും തങ്ങളുടെ മിഷനറി സമ്പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയും വളരെ കൃത്യമായിട്ട് ജനങ്ങളെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ വിശ്വാസം നേടിയെടുക്കാനും BJPക്ക് സാധിച്ചു. അത് BJPയുടെ വിജയത്തിൽ കലാശിച്ചു. UDFന് വിചാരിച്ചതുപോലെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല. LDF ആകട്ടെ സ്വയം ചോദിച്ചു വാങ്ങിയ പരാജയം അതുമായിട്ട് ഇന്നിപ്പോൾ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം നമുക്കിത് സംബന്ധിച്ച വിശദമായ ചർച്ചയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയ ഉപരിപ്ലവമായിട്ട് നോക്കുമ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടുന്ന നിഗമനങ്ങൾ ഇതൊക്കെയാണ്.